ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുരേഷ്. പ്രധാന വാർത്തകൾ. രാജ്യത്തെ സാമ്പത്തികവും സാംസ്കാരികവുമായി ശക്തവും തന്ത്രപരമായി മികവുറ്റതാക്കുകയുമാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിലെ ചുവപ്പുകോട്ടയിൽ നടന്ന പരാക്രം ദിവസ് ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി പങ്കെടുത്തു. രാജ്യത്തിന്റെ സമ്പന്ന വൈവിധ്യത്തെ പ്രദർശിപ്പിക്കുന്ന ഭാരത് പർവിനും തുടക്കമായി. ബീഹാർ മുൻ മുഖ്യമന്ത്രിയും സോഷ്യലിസ്റ്റ് നേതാവുമായിരുന്ന കർപ്പൂരി താക്കൂറിന് പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഭാരത് രത്ന നൽകും. ജനനായകന്റെ നിരന്തര പരിശ്രമങ്ങൾക്കുള്ള ആദരവെന്ന് പ്രധാനമന്ത്രി. 75ാം റിപ്പബ്ലിക് ദിന ആഘോഷങ്ങൾക്കൊരുങ്ങി രാജ്യം. ഹമാര സംവിധാൻ ഹമാര സമ്മാൻ വാർഷിക പ്രചാരണ പരിപാടി ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ ഇന്ന് ഉദ്ഘാടനം ചെയ്യും. കേരള നിയമസഭയുടെ ബജറ്റ് സമ്മേളനത്തിന് നാളെ തുടക്കമാവും. ഫെബ്രുവരി 5-നാണ് സംസ്ഥാന ബജറ്റ്. കേന്ദ്ര പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന വികസിത് ഭാരത് സങ്കല്പ് യാത്ര വിവിധ ജില്ലകളിൽ പര്യടനം തുടരുന്നു. വാർത്തകൾ വിശദമായി. നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ ആശയങ്ങൾ നിറവേറ്റുന്നതിനും അദ്ദേഹത്തിന്റെ സ്വപ്നത്തിലെ ഇന്ത്യ കെട്ടിപ്പടുക്കുന്നതിനും കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്നലെ ന്യൂഡൽഹിയിലെ ചുവപ്പുകോട്ടയിൽ നടന്ന പരാക്രം ദിവസ് ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി പങ്കെടുത്തു. വിശദാംശങ്ങളിലേക്ക്. രാജ്യത്തെ സാമ്പത്തികമായി അഭിവൃദ്ധിയുള്ളതും സാംസ്കാരികമായി ശക്തവും തന്ത്രപരമായി മികവുറ്റതാക്കുകയാണ് കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഇന്ത്യ ദീർഘകാലമായി പ്രതിരോധ സുരക്ഷാ ആവശ്യങ്ങൾക്കായി വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കുന്നുണ്ടെന്നും എന്നാൽ ഇപ്പോൾ സാഹചര്യം മാറിയതായും അദ്ദേഹം വ്യക്തമാക്കി. ഇന്ത്യയുടെ സായുധസേന ആത്മനിർഭരത കൈവരിക്കുന്ന പാതയിലാണെന്നും ശ്രീ മോദി കൂട്ടിച്ചേർത്തു. ചടങ്ങിൽ INA വിമുക്ത ഭടൻ ലഫ്റ്റനന്റ് R മാധവനെ പ്രധാനമന്ത്രി ആദരിച്ചു. ഈ മാസം 31 വരെ തുടരുന്ന ഭാരത് പർവിനും അദ്ദേഹം തുടക്കം കുറിച്ചു. രാംലീല മൈതാനിയിലും മാധവ്ദാസ് പാർക്കിലുമായി സംഘടിപ്പിച്ചിരിക്കുന്ന 9 ദിവസത്തെ ഭാരത് പർവിലൂടെ റിപ്പബ്ലിക് ദിന നിശ്ചല ദൃശ്യങ്ങളും സാംസ്കാരിക പ്രദർശനവും സംഘടിപ്പിച്ചിട്ടുണ്ട്. 26 മന്ത്രാലയങ്ങളുടെയും വകുപ്പുകളുടെയും ആഭിമുഖ്യത്തിൽ ഒരുക്കിയിരിക്കുന്ന പ്രദർശനത്തിൽ കേന്ദ്ര സർക്കാരിന്റെ നേട്ടങ്ങളും പദ്ധതികളും ജനങ്ങൾക്ക് അടുത്തറിയുന്നതിന് അവസരമുണ്ട്. ന്യൂസ് ഡെസ്ക് ആകാശവാണി. ഇന്ത്യയുടെ മഹത്തായ ഭാവിയുടെ അടിസ്ഥാനം ശ്രീരാമന്റെ ആദർശങ്ങളാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 2047ഓടെ വികസിത ഇന്ത്യയെ സൃഷ്ടിക്കാൻ ഈ ആദർശങ്ങൾ വഴിയൊരുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിനോടനുബന്ധിച്ച് രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ കത്തിന് മറുപടിയായാണ് പ്രധാനമന്ത്രി ഇക്കാര്യം പറഞ്ഞത്. ബീഹാർ മുൻ മുഖ്യമന്ത്രിയും സ്വാതന്ത്ര്യ സമര സേനാനിയും പ്രമുഖ സോഷ്യലിസ്റ്റ് നേതാവുമായ കർപ്പൂരി താക്കൂറിന് മരണാനന്തര ബഹുമതിയായി ഭാരതരത്നം നൽകും. രാഷ്ട്രപതി ഭവനാണ് അദ്ദേഹത്തിന് പരമോന്നത സിവിലിയൻ ബഹുമതി നൽകി ആദരിക്കുന്നത് സംബന്ധിച്ച പ്രഖ്യാപനം നടത്തിയത്. ഇന്ന് കർപ്പൂരി താക്കൂറിന്റെ 100ാം ജന്മവാർഷിക ദിനമാണ്. പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് വേണ്ടിയുള്ള ചാമ്പ്യൻ എന്ന നിലയിലും സമത്വത്തിനും ശാക്തീകരണത്തിനുമുള്ള അദ്ദേഹത്തിന്റെ നിരന്തര പരിശ്രമങ്ങൾക്കുമുള്ള അംഗീകാരമാണിതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ജൻനായക് കർപ്പൂരി താക്കൂറിനെ ഭാരതരത്ന നൽകി ആദരിക്കാനുള്ള തീരുമാനത്തെ BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദയും അഭിനന്ദിച്ചു. അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിൽ വൻ ഭക്തജനത്തിരക്ക്. ട്രെയിൻ ഗതാഗതം പുനരാരംഭിച്ചതിനാൽ നിരവധി ഭക്തരാണ് റെയിൽ മാർഗം അയോധ്യയിലെത്തുന്നത്. ശ്രീരാമക്ഷേത്രം ഇന്നലെ മുതൽ പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തിരുന്നു. തിരക്ക് കണക്കിലെടുത്ത് പ്രദേശത്ത് ആകാശ സർവേ നടത്തിയതായി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അറിയിച്ചു. BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ ഇന്ന് അയോധ്യ സന്ദർശിക്കും. രാമതീർത്ഥ ദർശൻ അഭിയാനും അദ്ദേഹം തുടക്കം കുറിക്കും. ന്യൂ ഖുർജ ന്യൂ റവാരി ജംഗ്ഷൻ 173 കിലോമീറ്റർ വൈദ്യുതീകരിച്ച റെയിൽ ലൈൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ രാജ്യത്തിന് സമർപ്പിക്കും. പടിഞ്ഞാറൻ കിഴക്കൻ ചരക്ക് ഗതാഗത ഇടനാഴിയിൽ പുതിയ റെയിൽപാതയ്ക്ക് നിർണായക പ്രാധാന്യമുണ്ട്. 6 സ്റ്റേഷനുകൾ ഈ റൂട്ടിലുണ്ട്. 10,141 കോടി രൂപ ചെലവിലാണ് ഇരട്ടപ്പാത നിർമ്മിച്ചത്. 75ാം റിപ്പബ്ലിക് ദിന ആഘോഷങ്ങൾക്ക് ഒരുങ്ങി രാജ്യം. റിപ്പബ്ലിക് ദിന പരേഡിന്റെ ഫുൾ ഡ്രസ് റിഹേഴ്സൽ ന്യൂഡൽഹിയിലെ കർത്തവ്യപഥിൽ നടന്നു. വിജയ് ചക്കു മുതൽ ചുവപ്പുകോട്ട വരെയാണ് ഇന്നലെ പരേഡ് നടന്നത്. കർത്തവ്യപഥിൽ മറ്റന്നാൾ നടക്കുന്ന റിപ്പബ്ലിക് ദിന പരേഡിൽ വികസിത് ഭാരത്, നാരീശക്തി, ആത്മനിർഭരത് എന്നീ വിഷയങ്ങൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടാവും ഇന്ത്യൻ സായുധസേനാ വിഭാഗങ്ങൾ പങ്കെടുക്കുക. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണാണ് പരേഡിലെ വിശിഷ്ട അതിഥി. രാജ്യത്തിന്റെ 75ാം റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ചുള്ള ഹമാര സംവിധാൻ ഹമാര സമ്മാൻ വാർഷിക പ്രചാരണ പരിപാടി ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. നിയമ നീതി മന്ത്രാലയമാണ് ഒരു വർഷം നീണ്ടുനിൽക്കുന്ന ക്യാമ്പയിന് നേതൃത്വം നൽകുന്നത്. ഇന്ത്യൻ ഭരണഘടനാ മൂല്യങ്ങളോടുള്ള പ്രതിബദ്ധത ഊട്ടിയുറപ്പിക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. സബ്കോ ന്യായ്, ഹർ ഘർ ന്യായ്, നവഭാരത് നവസങ്കൽപ്, വിധി ജാഗ്രതി അഭിയാൻ എന്നിവയാണ് പരിപാടിയുടെ പ്രധാന പ്രമേയങ്ങൾ. നിയമ ഉപദേശവും നിയമസഹായങ്ങളും നൽകുന്നതിനുള്ള ന്യായ് സേതു ഏകീകൃത ഇന്റർഫേസിന്റെ ഉദ്ഘാടനവും ചടങ്ങിൽ നടക്കും.
റിപ്പബ്ലിക് ദിന പരേഡിന് സാക്ഷ്യം വഹിക്കാൻ രാജ്യത്തെ 1500 കർഷകർക്ക് ക്ഷണം. പ്രധാൻമന്ത്രി ഫസൽ ബിമ യോജന, പ്രധാൻമന്ത്രി കൃഷി സിഞ്ചായി യോജന തുടങ്ങിയ വിവിധ കേന്ദ്ര സർക്കാർ പദ്ധതികളുടെ ഗുണഭോക്താക്കളായ കർഷകർക്കാണ് അവസരം. വിവിധ സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പരിശീലനവും നൽകും. ഇന്ന് ദേശീയ ബാലികാ ദിനം. 2008 മുതലാണ് രാജ്യത്തെ വനിതാ ശിശു വികസന മന്ത്രാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ എല്ലാ ജനുവരി 24-നും രാഷ്ട്രീയ ബാലികാ ദിവസ് ആചരിക്കുന്നത്. സമൂഹത്തിൽ പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കുമെതിരായ കുറ്റകൃത്യങ്ങളിൽ നിന്ന് സംരക്ഷണം നൽകുകയും അവർ നേരിടുന്ന അസമത്വങ്ങൾക്കെതിരായ അവബോധം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെയുമാണ് ദിനം ആചരിക്കുന്നത്. ഹോങ്കോങ്ങിനെ പിന്തള്ളി ലോകത്തെ 4ാമത്തെ വലിയ ഓഹരി വിപണിയായി ഇന്ത്യ. ഇന്ത്യൻ ഓഹരി വിപണിയിലെ ഓഹരികളുടെ മൊത്തം മൂല്യം $4.33 ലക്ഷം കോടി ഉയർന്നതായി ബ്ലൂംബർഗ് റിപ്പോർട്ട് ചെയ്തു. $4.29 ലക്ഷം കോടി ഹോങ്കോങ് ഓഹരികളുടെ മൊത്തം മൂല്യം. അമേരിക്ക, ചൈന, ജപ്പാൻ എന്നിവയാണ് ഇന്ത്യയ്ക്ക് മുന്നിലുള്ള 3 ഓഹരി വിപണികൾ. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @ARnews_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. 15ാം കേരള നിയമസഭയുടെ 10ാം സമ്മേളനം നാളെ ഗവർണറുടെ നയപ്രഖ്യാപനത്തോടെ ആരംഭിക്കും. നിയമസഭാ സ്പീക്കർ AN ഷംസീർ ഇന്നലെ തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചതാണ് ഇക്കാര്യം. നാളെ മുതൽ മാർച്ച് 27 വരെയുള്ള കാലയളവിൽ ആകെ 32 ദിവസം സഭ ചേരും. ജനുവരി 29, 30, 31 തീയതികൾ ഗവർണറുടെ പ്രസംഗത്തിന് നന്ദി രേഖപ്പെടുത്തുന്ന പ്രമേയത്തിന്മേലുള്ള ചർച്ച നടക്കും. ബജറ്റ് അവതരണം ഫെബ്രുവരി 5-ന് നടക്കും. അടുത്ത മാസം 12 മുതൽ 14 വരെയുള്ള തീയതികളിൽ ബജറ്റിന്മേലുള്ള പൊതുചർച്ച നടക്കും. കേന്ദ്ര സർക്കാരിന്റെ വികസന ക്ഷേമ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനായി സംഘടിപ്പിച്ച വികസിത് ഭാരത് സങ്കൽപ് യാത്ര കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ പര്യടനം തുടരുന്നു. തിരുവനന്തപുരം ജില്ലയിലെ പര്യടനം ഇന്നലെ സമാപിച്ചു. ആലപ്പുഴ, തൃശൂർ, മലപ്പുറം, ഇടുക്കി ജില്ലകളിൽ പര്യടനം പുരോഗമിക്കുകയാണ്. പ്രഥമ കേരള രാജ്യാന്തര കായിക ഉച്ചകോടിക്ക് തിരുവനന്തപുരത്ത് തുടക്കമായി. കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് കാര്യമായ സംഭാവനകൾ നൽകുന്ന മേഖലയായി കായിക രംഗത്തെ വളർത്തുക എന്നതാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് മുഖ്യമന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ അധ്യക്ഷത വഹിച്ചു. പ്രധാനമന്ത്രിയുടെ മൻ കി ബാത്ത് പ്രഭാഷണ പരമ്പരയെ അടിസ്ഥാനമാക്കി നടത്തിയ പ്രശ്നോത്തരി മത്സരത്തിൽ വിജയിച്ച 14 കുട്ടികൾ ഉൾപ്പെടെ 18 അംഗ സംഘം ഡൽഹിയിൽ നടക്കുന്ന റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ കേരളത്തിൽ നിന്ന് പങ്കെടുക്കും. എറണാകുളം മഹാരാജാസ് കോളേജ് വിദ്യാർത്ഥികൾ തമ്മിലുള്ള സംഘർഷത്തെ തുടർന്ന് അടച്ച എറണാകുളം മഹാരാജാസ് കോളേജ് ഇന്ന് തുറക്കും. പോലീസും കോളേജ് അധികൃതരും വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികളുമായി നടത്തിയ ചർച്ചയിലാണ് ഇത് സംബന്ധിച്ച് തീരുമാനമായത്. പോലീസ് സാന്നിധ്യം കുറച്ചു ദിവസത്തേക്ക് കോളേജിന് സമീപം ഉണ്ടാകും. ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും ദൈർഘ്യമേറിയ ട്രക്കിംഗായ അഗസ്ത്യാർകൂടം യാത്രയ്ക്ക് ഇന്ന് തുടക്കമാകും. സമുദ്രനിരപ്പിൽ നിന്നും 1868 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന അഗസ്ത്യാർകൂടത്തിലേക്കുള്ള ട്രക്കിംഗ് 3 ദിവസം നീണ്ടുനിൽക്കുന്നതാണ്. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ബിജെപിക്ക് അനുകൂലമായ സാഹചര്യമാണുള്ളതെന്ന് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ. ബിജെപിയുടെ കേരള പദയാത്രയുടെ സംഘാടക സമിതി യോഗം ആറ്റിങ്ങലിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. DA കുടിശ്ശിക അടക്കം വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് UDF അനുകൂല സംഘടനകളുടെ പണിമുടക്ക് ഇന്ന്. അടിയന്തര സാഹചര്യത്തിലല്ലാതെ അവധികൾ അനുവദിക്കില്ലെന്ന് വ്യക്തമാക്കിയ സർക്കാർ സമരം നേരിടാൻ ഡയസ്നോൺ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ശമ്പള പരിഷ്കരണ കുടിശ്ശിക, 6 ഗഡു DA കുടിശ്ശിക, ലീവ് സറണ്ടർ തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. തമിഴ്നാട്ടിൽ നടക്കുന്ന ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് മെഡൽ പട്ടികയിൽ 14 സ്വർണവും 15 വെള്ളിയും അടക്കം 45 മെഡലുകൾ നേടി മഹാരാഷ്ട്ര ഒന്നാമതെത്തി. 11 സ്വർണമടക്കം 31 മെഡലുകൾ നേടി തമിഴ്നാട് 2ാം സ്ഥാനത്തും ഹരിയാന 3ാം സ്ഥാനത്തുമാണ്. കേരളത്തിന് ഇന്നലെ 1 സ്വർണവും 2 വെള്ളിയും 2 വെങ്കലവും ലഭിച്ചു. ഇതോടെ 2 സ്വർണവും 3 വെള്ളിയും ഉൾപ്പെടെ 8 മെഡലുകളുമായി കേരളം നിലവിൽ 12ാം സ്ഥാനത്താണ്. വനിതകളുടെ ഷോട്ട്പുട്ടിൽ VS അനുപ്രിയയാണ് സ്വർണം നേടിയത്. ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസിൽ ലോക 1-ാം നമ്പർ സെർബിയൻ താരം നൊവാക് ജോക്കോവിച്ച് സെമിയിൽ പ്രവേശിച്ചു. അമേരിക്കയുടെ ടൈലർ ഹാരി ഫ്രണ്ട്സിനെ 1-നെതിരെ 3 സെറ്റുകൾക്ക് പരാജയപ്പെടുത്തിയാണ് ജോക്കോവിച്ച് അവസാന 4-ൽ ഇടം പിടിച്ചത്. ജാനിക് സിന്നറാണ് സെമിയിൽ ജോക്കോവിച്ചിന്റെ എതിരാളി. വനിതാ സിംഗിൾസിൽ ആര്യന സബലങ്കയും കോക്കോ ഗൌഫും സെമിയിൽ ഏറ്റുമുട്ടും. ഗാസയിൽ ഇന്നലെ നടന്ന ഏറ്റുമുട്ടലിൽ 24 ഇസ്രായേലി സൈനികർ കൊല്ലപ്പെട്ടു. കരയിലെ ആക്രമണം ആരംഭിച്ചതിന് ശേഷമുള്ള ഏറ്റവും മോശം ദിവസമാണിതെന്ന് ഇസ്രായേൽ പ്രതിരോധ സേന പ്രസ്താവനയിൽ അറിയിച്ചു. സമ്പൂർണ്ണ വിജയം വരെ പോരാട്ടം അവസാനിപ്പിക്കില്ലെന്ന് പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തെ സാമ്പത്തികവും സാംസ്കാരികവുമായി ശക്തവും തന്ത്രപരമായി മികവുറ്റതാക്കുകയുമാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിലെ ചുവപ്പുകോട്ടയിൽ നടന്ന പരാക്രം ദിവസ് ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി പങ്കെടുത്തു. രാജ്യത്തിന്റെ സമ്പന്ന വൈവിധ്യത്തെ പ്രദർശിപ്പിക്കുന്ന ഭാരത് പർവിനും തുടക്കമായി.
ബീഹാർ മുൻ മുഖ്യമന്ത്രിയും സോഷ്യലിസ്റ്റ് നേതാവുമായിരുന്ന കർപ്പൂരി താക്കൂറിന് പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഭാരത് രത്ന നൽകും. ജനനായകന്റെ നിരന്തര പരിശ്രമങ്ങൾക്കുള്ള ആദരവെന്ന് പ്രധാനമന്ത്രി. 75ാം റിപ്പബ്ലിക് ദിന ആഘോഷങ്ങൾക്കൊരുങ്ങി രാജ്യം. ഹമാര സംവിധാൻ ഹമാര സമ്മാൻ വാർഷിക പ്രചാരണ പരിപാടി ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ ഇന്ന് ഉദ്ഘാടനം ചെയ്യും. കേരള നിയമസഭയുടെ ബജറ്റ് സമ്മേളനത്തിന് നാളെ തുടക്കമാവും. ഫെബ്രുവരി 5-നാണ് സംസ്ഥാന ബജറ്റ്. കേന്ദ്ര പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന വികസിത് ഭാരത് സങ്കല്പ യാത്ര കേരളത്തിലെ വിവിധ ജില്ലകളിൽ പര്യടനം തുടരുന്നു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:30-ന്.